കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോമാലേഖനം അടിസ്ഥാനമാക്കി നാം ചിന്തിച്ചു വരികയാണല്ലോ. അതിൽ 11-ാമത്തെ അധ്യായത്തിലെ ഒടുവിലത്തെ ഭാഗമാണല്ലോ നാം കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചത്. അതിൻ്റെ 32-ാമത്തെ വാക്യമാണ് നാം കഴിഞ്ഞ ദിവസം വിശദമായിട്ട് ചിന്തിച്ചത്. ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. അതിൻ്റെ 25-26 വാക്യങ്ങളിൽ ദൈവസഭയിൽ ജാതികളുടെ പൂർണ്ണസംഖ്യയും യഥാർത്ഥത്തിൽ ഇസ്രായേലരെല്ലാവരും ഈ രണ്ട് പൂർണ്ണതയുടെ സംഘങ്ങൾ, പൂർണ്ണമായ രണ്ട് സംഘങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഏക ശരീരമെന്ന പോലെ, ഒരു കുടുംബമെന്നതുപോലെ ദൈവമക്കൾ എന്ന പദവിയിൽ ദൈവസഭയിൽ ഒരു പുതിയ സൃഷ്ടിയായി ഒരുക്കപ്പെടുന്ന കാര്യം നമ്മൾ കണ്ടു. ഇങ്ങനെ ജാതികളിൽ നിന്ന് മുന്നറിഞ്ഞ ഒരു പൂർണ്ണസംഖ്യ, യഥാർത്ഥത്തിൽ ദൈവത്തെക്കുറിച്ച് താല്പര്യമുള്ളവർ, അതാണ് ജാതികൾ എന്നുള്ള പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത്. അല്ല ദൈവം ആരോടും മുഖദാക്ഷിണ്യം കാണിക്കുന്നവനോ ദൈവം ആരെയും ബോധപൂർവം അവഗണിക്കുന്നവനോ അല്ല. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. എന്നാൽ ആ സ്നേഹത്തെ തിരിച്ചറിയുവാൻ മനസ്സ് വെക്കുന്നവർ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ തൽപരരായവർ, എല്ലാവരും ദൈവത്തിൽ താല്പര്യം കാണിക്കുന്നത് സ്വന്തം ഭൗമിക കാര്യങ്ങൾ മെച്ചപ്പെട്ട് നടക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ്. അങ്ങനെ പോരാ. ദൈവത്തിൽ തൽപരരായ ആരുണ്ട്? എത്ര പേരുണ്ട്? സൗരങ്ങളെ, എന്നെ കേൾക്കുന്നത് നിങ്ങൾക്ക് ജീവിതത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം നേടുവാൻ പ്രാർത്ഥനയും ആത്മീയതയും ദൈവസഹായവും അങ്ങനെയുള്ളൊരു ചിന്തയിൽ മാത്രം നിങ്ങൾ ഒതുങ്ങി നിൽക്കരുത്. നിങ്ങൾ ദൈവത്തിൻ്റെ സൃഷ്ടിയും ദൈവം നിങ്ങളെ സൃഷ്ടിച്ചതിന് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട് എന്നുള്ളതും നിങ്ങൾ അംഗീകരിക്കണം. എന്നാൽ ദൈവം പരിശുദ്ധനും നിങ്ങൾ പാപിയുമായതിനാൽ പരിശുദ്ധ ദൈവത്തോടുള്ള വ്യക്തിബന്ധത്തിന് നിങ്ങൾക്ക് യോഗ്യതയില്ലെന്നും നിങ്ങൾ ദൈവത്തോട് മത്സരികളായി ദൈവത്തിൽ നിന്ന് അകന്നുപോയവരാണെന്നും, എന്നാൽ ദൈവം നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നെന്നും പരിശുദ്ധ ദൈവത്തോടുള്ള വ്യക്തിബന്ധത്തിൽ വരുവാൻ തടസ്സമായിരിക്കുന്ന പാപം, അതാണ് യെശയ്യാവിൻ്റെ 59-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. രക്ഷിപ്പാൻ കഴിയാതോണം 59:1 രക്ഷിപ്പാൻ കഴിയാതോണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതോണം ചെവി മന്ദമായിട്ടില്ല. നിങ്ങളുടെ ആകൃത്യങ്ങളത്രേ നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതവണ്ണം അവൻ്റെ മുഖത്തെ മറയ്ക്കുമാറാക്കിയത്. അതേ, നമ്മളെ ആകൃത്യങ്ങൾ, നിങ്ങളുടെ പാപങ്ങൾ. ഇങ്ങനെ ദൈവത്തിൽ നിന്നും പാപത്താൽ അന്യപ്പെട്ടു പോയ നിങ്ങളെ പാപം പരിഹരിച്ച് പാപത്തിന് പ്രായശ്ചിത്തം വരുത്തി പാപത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച്, സ്തോത്രം, പാപമെന്ന പ്രശ്നത്തെ നിങ്ങളുടെ ജീവിതത്തിൽ പരിഹരിച്ച് ദൈവവുമായുള്ള വ്യക്തിബന്ധത്തിലേക്ക് നിങ്ങൾ കടക്കുവാൻ തികവുള്ള രക്ഷാമാർഗമൊരുക്കിയ ആ ദൈവകൃപ, സ്തോത്രം, ആ ദൈവകൃപയുടെ രക്ഷാമാർഗം അംഗീകരിക്കുവാൻ ആരും മനസ്സ് വെക്കുമോ? ആരോടും മുഖപക്ഷമില്ലാത്ത ദൈവം അങ്ങനെയുള്ളവരെ നന്നായി അറിയുന്നു. അതാണ് ദൈവത്തിൽ താല്പര്യമുള്ളവർ, നിത്യജീവനിൽ താല്പര്യമുള്ളവർ. സ്തോത്രം. ദൈവമേ, അങ്ങ് അടിയാനെ അവിടുത്തേക്കായി സൃഷ്ടിച്ചെങ്കിൽ അടിയാൻ അങ്ങയിൽ നിന്ന് അകലെയായിരിക്കുന്നു. അങ്ങയോടുള്ള വ്യക്തിബന്ധത്തിൽ വരുവാൻ എനിക്ക് താല്പര്യമുണ്ട്. അങ്ങനെ മനസ്സ് വെക്കാൻ ആര് തയ്യാറാകുമോ? നിനക്ക് മനസ്സ് വെക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ അടിയൻ ഞാനിതാ നമ്മൾ കണ്ടാത്. ദൈവം പറയുന്നു ഞാനിതാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വരികയാണ്. മറുത്ത് പറയുകയും മത്സരിക്കുകയും ചെയ്ത ജനത്തിനടുത്തേക്ക് താൻ അവിടുന്ന് ഇടവിടാതെ കൈനീട്ടി സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെ അവൻ ഭൂമിയെ വിളിക്കുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അതെ, അങ്ങനെ ദൈവം നമ്മളെ കരുതുന്ന ദൈവമാണ്. ഇനി ആ ദൈവത്തോടുള്ള വ്യക്തിബന്ധത്തിലേക്ക് വരുവാൻ, ദൈവത്തെക്കുറിച്ച് വെളിപ്പാട് പ്രാപിക്കാൻ ഒരു അവസരം ഉണ്ടാകേണ്ടതിനാണ് പാപം ചെയ്യുവാൻ മുതിർന്ന മനുഷ്യനെ ബലാത്കാരണ തടയാതെ പാപത്തിനും മത്സരത്തിനും തൽപരനായ മനുഷ്യനെ അതിനായി ഏൽപ്പിച്ചു കൊടുത്തു. നമ്മൾ തിരുവെഴുത്തിൽ കാണും. അതാണ് 32-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. അതേ, അനുസരണക്കേട് കാണിക്കുവാൻ താല്പര്യപ്പെട്ട മനുഷ്യനെ ബലാത്കാരണ തടയാതെ അവനെ അതിനായി ഏൽപ്പിച്ചു കൊടുത്തു. എന്തിന്? നിൻ്റെ യോഗ്യത കൊണ്ടല്ല, നീ എന്നോട് അനുസരണമുള്ളവനായിരിക്കുന്നത് കൊണ്ടല്ല. നീ എത്ര അയോഗ്യനായാലും ഞാൻ തന്നെയാണ്. ഞാൻ സ്നേഹമാണ്, ദോഷം കണക്കിടാത്ത ബന്ധമായ സ്നേഹം.
ആ സ്നേഹം എനിക്ക് നിന്നോട് ഇപ്പോഴുമുണ്ട്. ദൈവത്തിൻ്റെ ആർദ്രതയും ദൈവത്തിൻ്റെ മനസ്സലിവും ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ ദിവ്യമായ സ്നേഹവും മനുഷ്യൻ തിരിച്ചറിയാൻ മനുഷ്യനൊരവസരമുണ്ടാകേണ്ടതിന്, ദൈവത്തിൻ്റെ കരുണ അവൻ ബോധ്യപ്പെടുവാൻ അവസരമുണ്ടാകേണ്ടതിന് അനുസരണക്കേടിന് മുതിർന്നവനെ ബലാത്കാരണം തടയാതെ അതിനായി ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് നമ്മൾ 38-ാമത്തെ വാക്യത്തിൽ കണ്ടത്. കഴിഞ്ഞ ദിവസം മുടിയൻ പുത്രൻ അല്ലെങ്കിൽ ധൂർത്തുപുത്രൻ അങ്ങനെ പറയുന്നതാണ്. നല്ല മുടിയൻ പുത്രൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇച്ചിരി കൂടി ഒരു 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 സുഖമില്ലാത്ത വാക്ക് ആയിപ്പോവുമല്ലോ. ധൂർത്തുപുത്രൻ്റെ ഉപമ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണുന്ന ധൂർത്തുപുത്രൻ്റെ ഉപമയിലൂടി ഞാനത് വ്യക്തമാക്കാൻ ശ്രമിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടെ, അത് സകല മനുഷ്യകുലത്തിൻ്റെയും ഒരു വ്യക്തമായ ചിത്രമാണ് ഇവിടെ കാണുന്നത്. ദൈവത്തോടുള്ള സ്നേഹത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുവാൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൻ്റെ സകല നന്മകളും അനുഭവിക്കുവാനായി സ്വാതന്ത്ര്യം ലഭിച്ച മനുഷ്യൻ, അത് അനുഭവിക്കുന്ന മനുഷ്യൻ ദൈവത്തെ വേണ്ട. ഈ ധൂർത്തുപുത്രനെ ഒന്ന് ഓർത്തു നോക്കി. അവന് അപ്പൻ്റെ സ്വത്ത് വേണം, പക്ഷേ അപ്പനെ വേണ്ട. അപ്പൻ്റെ കൂടെ നിൽക്കാൻ അവന് മനസ്സില്ല. അവന് കൂട്ടുകാരാ പ്രധാനം. അവന് ലോകത്തിൻ്റെ ആസ്വാദ്യതയാണ് പ്രധാനം. അവന് വൈകാരിക ഉല്ലാസങ്ങളാണ് അവന് പ്രധാനം. ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ ആകർഷിക്കപ്പെട്ട അപ്പനോടുള്ള സ്നേഹത്തിൽ നിന്ന് അകന്നുപോയ ആ മകൻ, അതാ നമ്മുടെ ചിത്രം അതല്ലേ? ലോകത്തിൻ്റെ ചിത്രം അതല്ലേ? ദൈവം തന്ന സകല കഴിവുകളുമുള്ള ശരീരം നമ്മൾ അനുഭവിക്കുന്നു. ദൈവം തന്ന ബുദ്ധിയും വിവേകവും പരിജ്ഞാനവും ഇതെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവം തന്ന കണ്ണുകൊണ്ട് നമ്മൾ സുന്ദരങ്ങളായ കാര്യങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. ദൈവം തന്ന കാതുകൾ കൊണ്ട് മനോഹരമായ സംഗീതം ആസ്വദിക്കുന്നുണ്ട്. ദൈവം തന്ന കഴിവുകൾ, ദൈവം തന്ന നാവ് കൊണ്ട് ഭക്ഷണത്തിൻ്റെ ആസ്വാദ്യം നമ്മൾ ആവോളം അനുഭവിക്കുന്നുണ്ട്. നോക്കണേ, ഇതെല്ലാം ദൈവം തന്ന കഴിവുകളാണ്. ദൈവം തന്നതാണ് ഈ ഭൂമി, ദൈവം തന്നതാണ് ഈ കഴിവുകൾ. ദൈവം തന്നത് മുഴുവൻ അനുഭവിക്കുന്നു. അപ്പൻ്റെ സ്വത്തുക്കൾ മുഴുവൻ നമ്മൾ അനുഭവിക്കുന്നെങ്കിൽ നമുക്ക് അപ്പനെ വേണ്ട. പിന്നെയും അപ്പനോട് ചേർന്നിരിപ്പാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്. പക്ഷേ അങ്ങനെ അപ്പൻ്റെ സ്വത്തുക്കൾ അനുഭവിക്കുമ്പോൾ തന്നെ അപ്പനിൽ നിന്ന് അകന്നുപോയി അപ്പനോട് മത്സരികളായി അപ്പനെ അനുസരിക്കാതെ പോയ മനുഷ്യവർഗത്തെ പോലും സ്നേഹിക്കുന്ന ദൈവം, സ്തോത്രം, ദോഷം കണക്കിടാതെ തന്നിലേക്ക് സ്വീകരിക്കാൻ തയ്യാറായ ദൈവം. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ മറക്കരുത്. അതെ, ആ ധൂർത്തുപുത്രൻ്റെ ഉപമ നമ്മൾ പറയുന്നതിന് ആ ഉപമയ്ക്ക് ഒരു തലക്കെട്ടിട്ടാൽ, ഒരു ധൂർത്തുപുത്രൻ എന്ന തലക്കെട്ടല്ല ഇടേണ്ടത്. പിതൃസ്നേഹം, ഒരു പിതാവിൻ്റെ സ്നേഹം എന്ന് തലക്കെട്ടിടണം. അതെ, ആ ധൂർത്തുപുത്രൻ അപ്പൻ്റെ സ്വത്തുമായി ലോകത്തിൻ്റെ അഴുക്ക് ചാലിലേക്ക് അവൻ ഇറങ്ങിപ്പോയി. സ്വത്ത് മുഴുവൻ നാനാവിധമാക്കി കളഞ്ഞു, സകലവും നശിപ്പിച്ചു കളഞ്ഞു. അപ്പോഴും അപ്പൻ അവനെ സ്നേഹിച്ചിരുന്നു. അവനെപ്പം വേണമെങ്കിലും മടങ്ങി വരാം. അപ്പൻ്റെ വീടിൻ്റെ വാതിൽ വിശാലമായി അവനായി തുറന്നിട്ടിരിക്കുന്നു. അപ്പൻ്റെ ഹൃദയം അവന് വേണ്ടി വെമ്പൽ കൊള്ളുന്നു. അവനെ ആശ്ലേഷിക്കുവാൻ അപ്പൻ്റെ കൈകൾ എപ്പോഴും വിരിഞ്ഞിരിക്കുന്നു. അതാണ് ഒരപ്പൻ്റെ സ്നേഹം. അതെ, അവന് മാറ്റം വരുവാൻ ആഗ്രഹിച്ച പിതാവ്. നിയന്ത്രണങ്ങൾ കൊണ്ട് വീട്ടിലൊരടിമയെപ്പോലെ തുടരുന്ന ഒരു മകനെ അല്ല, സ്നേഹം കൊണ്ട് അപ്പനുമായി ഊഷ്മള ബന്ധത്തിലുള്ള ഒരു മകനെ തനിക്ക് ലഭിക്കുവാൻ ഒരവസരം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ ആ ദീർഘദർശിയായ പിതാവ്, ജ്ഞാനിയായ പിതാവ്, മഹാനായ പിതാവ്, അവൻ മത്സരിക്കാൻ മുതിർന്നപ്പോൾ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. ആ മകനെ രൂപാന്തരപ്പെടുത്തിയത് അപ്പൻ്റെ സ്നേഹമാണ്. അപ്പൻ്റെ സ്നേഹമാണ്. ആ മകന് സകലവും നഷ്ടപ്പെട്ടെങ്കിലും ആ മകൻ ഒന്ന് നേടിയത് അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. അപ്പൻ്റെ സ്നേഹം അതിനു മുമ്പും അവനുണ്ട്. അവനോട് അപ്പൻ്റെ സ്നേഹം എപ്പോഴും ഒരുപോലെയാണ്. പക്ഷേ ആ സ്നേഹം തിരിച്ചറിയാനൊരവസരമുണ്ടാവുകയായിരുന്നു. അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് അവനെ ആകെക്കൂടി രൂപാന്തരപ്പെടുത്തി അവനൊരു പുതിയ സൃഷ്ടിയെപ്പോലെയായി. അവൻ സന്തോഷത്തോടെ ഒരു പുതു സൃഷ്ടിയായി മടങ്ങി വന്നു. ശാരീരികമായി വളരെ തളർന്ന സ്ഥിതിയിൽ, ഞാൻ വിശ്വസിക്കുക പന്നിയെ മേയ്ക്കുന്നിടത്തു നിന്നാണ് ഇവൻ എഴുന്നേറ്റ് വന്നേക്കുന്നത്. അവൻ ആകെക്കൂടി നാറുന്നുണ്ടായിരിക്കും. അവനെ ദൂരെ കണ്ടപ്പോൾ അപ്പൻ ഓടിച്ചെന്ന് അവനെ ആശ്ലേഷിച്ചെന്ന് നമ്മൾ കണ്ടു. അപ്പൻ എങ്ങനെയാണ് ഇവനെ മനസ്സിലായത്?
ഇറങ്ങിപ്പോയപ്പോൾ നല്ല തുടുത്ത കവിളും നല്ല തിളങ്ങുന്ന കണ്ണുകളും ഊർജ്ജസ്വലതയുള്ള ശരീരവും നല്ല ആരോഗ്യവാനായി മിടുക്കനായ ഒരു യുവാവായി ഇറങ്ങിപ്പോയി. ഇപ്പം പട്ടിണിക്കോലമായി പേക്കോലമായി ഇവൻ കയറി വന്നപ്പോൾ, ഇറങ്ങിപ്പോയപ്പോൾ കൈ നിറയെ പണവുമായി അവൻ ഇറങ്ങിപ്പോയെങ്കിൽ ഇപ്പം കയറി വന്നപ്പോൾ വെറും കൈയായി നിസ്സഹായനായി അവൻ കയറി വന്നപ്പോൾ അപ്പൻ എങ്ങനെ അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞു? ഇവൻ ഇങ്ങനെ തിരിച്ചു വരുമെന്ന് അപ്പൻ അപ്പോഴേ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൻ ആ നിലയിൽ കയറി വന്നപ്പോൾ ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ആ പിതൃസ്നേഹം അവനെ തിരിച്ചറിഞ്ഞു. ഓടിച്ചെന്നവനെ ആശ്ലേഷിക്കുകയാണ്. ആള് മാറിയവൻ. പ്രിയമുള്ളവർ, ഇതുപോലെയൊരു മാറ്റമാണ് യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാക്കേണ്ടത്. അതാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു. കൊരിന്ത്യർക്ക് 2 ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. പ്രിയമുള്ള, ഇനി ഒരിക്കലും ഈ മകൻ അപ്പനെ വിട്ടു പോവുകയില്ല. ഇനി ഒരിക്കലും അവനെ വിട്ട് നഷ്ടമാവുകയില്ല. കാരണം അത്ര മാറ്റമാണ് അവന് വന്നിരിക്കുന്നത്. ഒരു പുതിയ സൃഷ്ടി. സൗരങ്ങളെ, ഇതുപോലുള്ളൊരു മാറ്റം, സ്നേഹവാനായ ദൈവത്തെക്കുറിച്ചുള്ള ആ തിരിച്ചറിവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവം നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അതെ, ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും മനസ്സിനൊക്കെയുള്ള അടച്ചു കളഞ്ഞു. ആ സ്നേഹത്തെ, ആ കരുണയെ, ആ ആർദ്രതയെ തിരിച്ചറിയുവാൻ സ്തോത്രം ദൈവം നമ്മുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, അതിനായി നമുക്കൊന്ന് താല്പര്യപ്പെടാൻ മനസ്സ് വെക്കാം. 33-ാമത്തെ വാക്യം മുതൽ തുടരുന്നു. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിൻ്റെ മനസ്സറിഞ്ഞവനാർ? അവന് മന്ത്രിയായിരുന്നവനാർ? അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ? സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നുവല്ലോ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. പൗലോസ്ലീഹ ഈ 11 അധ്യായങ്ങളിൽ വിശദീകരിച്ച് വന്നിരുന്ന രക്ഷാപദ്ധതിയുടെ ശ്രേഷ്ഠത, അതിൻ്റെ ഒരു ഉപസംഹാരമെന്നോണം ദൈവത്തിൻ്റെ തിരുമുമ്പിൽ അവൻ നെടുമ്പാട് വീണ് ദൈവത്തെ നമസ്കരിക്കുന്ന ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു ചിന്തനം അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അനാലിസിസ് ആൻഡ് ആർഗ്യുമെൻറ്റ്സ് ഹിയർ ഗീവ് വേ ടു അഡോറേഷൻ. ഇതുവരെയും അനാലിസിസ് ആൻഡ് ആർഗ്യുമെൻറ്റ്സ് ആയിരുന്നു. നമുക്കറിയാമല്ലോ, ഡയാട്രിബെ എന്ന ഒരു പ്രത്യേക അവതരണ രീതി അവലംബിച്ച് ഒരു സാങ്കല്പിക എതിരാളിയെ തന്നെ മുമ്പിൽ കണ്ടുകൊണ്ട് ആ സാങ്കല്പിക എതിരാളി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെല്ലാം താൻ തന്നെ പറഞ്ഞ് അതിന് ന്യായങ്ങൾ നിരത്തി മറുപടി പറഞ്ഞ് അങ്ങനെ യേശുക്രിസ്തുവിലൂടെ ഒരുക്കപ്പെട്ട രക്ഷാമാർഗത്തിൻ്റെ സാർവലൗകിക സ്വഭാവവും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വെളിപ്പാടും അതെല്ലാം ന്യായങ്ങൾ നിരത്തി പൗലോസ് ഇങ്ങനെ 11 അധ്യായങ്ങളുടെ ആ ദൈർഘ്യത്തിൽ വിശദീകരിച്ചു വരികയായിരുന്നു. ഒടുവിലായി 9, 10, 11 അധ്യായങ്ങളിൽ ആ രക്ഷാപദ്ധതി ഒരുക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവം മനുഷ്യകുലത്തിൽ നിന്ന് അതിനായി തെരഞ്ഞെടുത്ത ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലിനെക്കുറിച്ചും ആ 3 അധ്യായങ്ങളിൽ വിശദീകരിച്ചു. ദൈവം എല്ലാവരോടും ഒരുപോലെയാണ് ഇടപെടുന്നതെന്നുള്ള സത്യം ദൈവം അവിടെ വെളിപ്പെടുത്തി. മനുഷ്യവർഗത്തിൻ്റെ പ്രതിനിധി എന്നോണമാണ് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തതെന്ന് നമ്മൾ കാണുകയുണ്ടായി. അവരിൽ നിന്ന് ഒരു പ്രതിനിധിയായിട്ട് ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. പ്രിയ ദൈവമക്കളെയും, അങ്ങനെ 11 അധ്യായങ്ങളുടെ ആ ദൈർഘ്യത്തിൽ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് അനാലിസിസ്, വിശദീകരണങ്ങളും വിശകലനങ്ങളും ന്യായങ്ങൾ നിരത്തിയുള്ള വാദങ്ങളും തെളിയിക്കലും ഇതെല്ലാമായിരുന്നെങ്കിൽ അതെല്ലാം വഴിമാറി എന്തിന്? ആദരവോടെയുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിന് വഴിമാറി. സ്തോത്രം. ദൈവത്തിൻ്റെ വല്ലഭത്വത്തെക്കുറിച്ചുള്ള വെളിപ്പാടിന് മുമ്പിൽ നെടുമ്പാട് വീണ് പൗലോസ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് നമ്മൾ ഈ 4 വാക്യങ്ങളിൽ കാണുന്നത്. 33 മുതൽ അതിൻ്റെ 35 വരെയുള്ള വാക്യങ്ങൾ, 36 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് അതാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അതേ സ്തോത്രം. ഏത് വേദശാസ്ത്രപരമായ വസ്തുതകൾ അവതരിപ്പിച്ചാലും
അത് ദൈവമുമ്പിലുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ ആ വേദശാസ്ത്ര പഠനം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഒരു ചിന്തകൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, സ്തോത്രം, അൺഡിവോഷണൽ തിയോളജി ആൻഡ് അൺതിയോളജിക്കൽ ഡിവോഷൻ. അൺഡിവോഷണൽ തിയോളജി എന്ന് പറഞ്ഞാൽ ആദരവോടുകൂടിയുള്ള ആരാധന എന്ന് പറയുന്നത്. ആരാധന എന്താണെന്ന് തൊട്ട് താഴെ പറയുന്നുണ്ട്. ആരാധന എന്ന സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക്, ദൈവത്തിൻ്റെ വല്ലഭത്വത്തെക്കുറിച്ചുള്ള ബോധ്യം നിമിത്തം സമ്പൂർണ്ണ സമർപ്പണത്തോടെ ആ ദൈവത്തിന് മുമ്പിൽ കവിഴ്ന്നു വീഴുവാൻ, സമ്പൂർണമായി ആ തിരുസന്നിധിയിൽ സമർപ്പിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കാത്ത വേദജ്ഞാനം പ്രയോജനകരമല്ല. അതാണ് സ്തോത്രം. അൺഡിവോഷണൽ തിയോളജീസ് ഓഫ് നോ യൂസ്. അതുപോലെ തിരിച്ചും അൺതിയോളജിക്കൽ ഡിവോഷൻ. വേറെ ചിലർക്ക് ദൈവവചനത്തിൻ്റെ പശ്ചാത്തലമില്ലാതെ വലിയ ഭക്തിയാണ്. ആ ഭക്തിക്ക് അടിസ്ഥാനമില്ല. ആ ഭക്തി ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെടും. ആ ഭക്തി നിലനിൽക്കുന്നതല്ല. അതുകൊണ്ട് നോക്കണേ, തിയോളജിക്കൽ ഡിവോഷൻ എന്ന് പറഞ്ഞാൽ വേദശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ഒരു ഭക്തിയാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വസ്തുതകൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു സമർപ്പണമാണ് ഒരുവനെ ദൈവത്തോടുള്ള ബന്ധത്തിൽ സ്ഥായിയായി സ്ഥിരമായി നിലനിർത്തുന്നത്. ഞാൻ പറയുന്നത് ഒന്നുകൂടി വ്യക്തമാക്കട്ടെ പ്രിയമുള്ളവരെ. നമ്മുടെ ഇടയിലൊരു പറച്ചിലുണ്ടല്ലോ, ഇതൊക്കെ ഒരു വിശ്വാസമല്ലേ, അത് ക്രിസ്തീയ വിശ്വാസം, ഇതൊക്കെ ഒരു വിശ്വാസമല്ലേ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇതിന് അടിസ്ഥാനമില്ലാത്തതല്ലേ, ഇതൊക്കെ ഒരു സങ്കല്പമല്ലേ എന്നുള്ളൊരു ചിന്തയാണ്. അയ്യേ, അങ്ങനല്ല. അടിസ്ഥാനമില്ലാത്തതല്ല, കേവലം സങ്കല്പമല്ല. ഇതിന് നല്ല അടിത്തറയുണ്ട്, അടിസ്ഥാനമുണ്ട്. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, നമ്മളെ ഇവിടെ കാണുന്നു, ഈ ഭൂമി നമ്മൾ കാണുന്നു. നോക്കണേ, നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നു, നമുക്ക് ദൈവം ബുദ്ധി തന്നിരിക്കുന്നു. മൃഗജാലങ്ങളുണ്ട്, പക്ഷികളുണ്ട്, ഇതര ജന്തുക്കളുണ്ട്, ഈ പച്ചപ്പുണ്ട്, സൂര്യൻ എരിഞ്ഞിറങ്ങുന്നു, സൂര്യപ്രകാശം കൊണ്ട് ഇവിടെ ഈ സസ്യലോകം നമുക്ക് വേണ്ടി ഭക്ഷണമൊരുക്കുന്നു. മനുഷ്യൻ ഈ സൃഷ്ടിയിൽ ഏറ്റവും ഉന്നതനായി നിലനിൽക്കുന്നു. ദൈവത്തോടുള്ള വ്യക്തിബന്ധത്തിനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഈ പ്രപഞ്ചം എത്ര അത്ഭുതകരമായാണ് നിലനിൽക്കുന്നത്. എന്തൊരു കൃത്യതയാണ്. 20 ഡിഗ്രി ചെരിവിൽ ദൈവം ഈ ഭൂമിയെ സൂര്യൻ്റെ ചുറ്റും കറങ്ങുവാൻ ക്രമീകരിച്ചിരിക്കുന്നു. ഋതുഭേദങ്ങൾ ഉണ്ടാകുവാൻ അത് കാരണമാകുന്നു. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, എത്ര കൃത്യതയോടുകൂടിയാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. ജ്യോതിർഗോളങ്ങൾ അതിൻ്റെ കൃത്യതയിൽ തുടരുന്നു. ഭൂമി സൂര്യൻ്റെ ചുറ്റും കറങ്ങാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി, എത്ര നൂറ്റാണ്ടുകളായി, ഇപ്പോഴും അതിൻ്റെ വേഗതയിൽ ഒരു കുറവും ഉണ്ടാകുന്നില്ല. ഇന്നും രാവും പകലും ഒരുപോലെ വരുന്നു, ഋതുഭേദങ്ങൾ മാറി മാറി വരുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഒരു ഉടമസ്ഥനില്ലേ, ഇതിൻ്റെ എല്ലാം ഒരു നിയന്ത്രിതാവില്ലേ, ഇതിനെ പരിപാലിക്കുന്നവനില്ലേ എന്ന് ബുദ്ധിയുള്ള ഏതൊരുവനും ചിന്തിക്കും. അതെ, ആ ചിന്തിക്കാനുള്ള ബുദ്ധിയും ദൈവമാണ് തന്നത്. സ്തോത്രം. നോക്കണേ, അപ്പോൾ വസ്തുതകൾ അത് ഒരു ദൈവമാണ് സൃഷ്ടിച്ചതെങ്കിൽ, ദൈവം ആരാ? സർവജ്ഞാനിയാണ്, സർവശക്തനാണ്, സർവസന്നിഹിതനാണ്. സ്തോത്രം. സർവവ്യാപിയാണ്. സ്തോത്രം. മനുഷ്യനുള്ള പരിമിതികളില്ലാത്ത ആത്മസ്വരൂപിയാണ്, സകലവും അറിയുന്നവനാണ്. ആ ദൈവം എന്നെ എന്തിനു സൃഷ്ടിച്ചു? ആ ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിൻ്റെ ഊഷ്മളമായ അനുഭവം അനുഭവിക്കാനായി ദൈവം എന്നെ സൃഷ്ടിച്ചു, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചു. ആ വെളിപ്പാട് നമ്മൾ പ്രാപിക്കണം. ആ സ്നേഹം തിരിച്ചറിയുവാൻ കഴിയാതെ ദൈവത്തിൽ നിന്ന് ദൈവത്തോട് മത്സരിച്ച് സ്വന്തം ഇഷ്ടത്തിന് ദൈവം നമ്മളിൽ നിയമിച്ചിരിക്കുന്ന മനസാക്ഷിയുടെ ആക്ഷേപത്തെ പോലും അവഗണിച്ച് സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയ മനുഷ്യൻ, ആ മനുഷ്യനോട് ദൈവം കരുണ കാണിച്ച് അവനെ തള്ളിക്കളയാതെ തൻ്റെ സ്നേഹം വെളിപ്പെടുത്തി കൊടുക്കേണ്ടതിന് ആത്മലോകത്തിലെ കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയുവാൻ കഴിവില്ലാത്ത ജഡത്തിലിരിക്കുന്ന മനുഷ്യന് തന്നെ വെളിപ്പെടുത്തി കൊടുക്കേണ്ടതിന് ആത്മലോകത്തിൽ അവിടുന്ന് ഇറങ്ങി വന്ന് ജഡത്തിൽ വെളിപ്പെട്ട് നമ്മിൽ ഒരുവനെ പോലെ ഇവിടെ പാർത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ആകായ്മകളെല്ലാം, നമ്മുടെ ജീവിതത്തിൻ്റെ പരിമിതികളെല്ലാം നമുക്ക് വേണ്ടി നമ്മളോട് താതാത്മ്യപ്പെടേണ്ടതിന് അനുഭവിച്ച്, സ്തോത്രം,
അവിടെ നമ്മളെ കരുതുന്നതും സ്നേഹിക്കുന്നതും നമ്മളോട് മനസ്സരിവുള്ളവനാണെന്നുള്ളതും വെളിപ്പെടുത്തി തന്ന് തന്നെ വെളിപ്പെടുത്തി തന്ന് മനസാക്ഷിയുടെ ആക്ഷേപത്തെ അവഗണിച്ച് തെറ്റിലകപ്പെട്ടു പോയ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി. കാര്യം മനുഷ്യൻ്റെ മനസാക്ഷിയിൽ തെറ്റെന്നുള്ള ബോധമുണ്ട്, പാപമെന്ന ബോധമുണ്ട്, അതിനൊരു ശിക്ഷയുണ്ടെന്ന് അവൻ്റെ ഉള്ളിൽ നിന്ന് മനസാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിലെ നീതിന്യായ വ്യവസ്ഥിതി, ഈ പ്രകൃതിയിൽ തന്നെ നമ്മൾ കണ്ടുവരുന്ന ഒരു നീതിയുടെ, ഒരു ന്യായത്തിൻ്റെ ഒരു സംവിധാനമുണ്ട്. നാച്ചുറൽ ജസ്റ്റിസ് ഇവിടെയുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ അയ്യോ, എൻ്റെ മനസാക്ഷിക്ക് പോലും യോജിക്കാത്ത ഞാൻ ചെയ്തവൻ, എനിക്കിതിനൊരു ശിക്ഷ ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ്, അതേ, അതിന് പാപപരിഹാരത്തിന് മനുഷ്യൻ നെട്ടോട്ടം വിടുക. എന്ത് ചെയ്യാനും മനുഷ്യൻ തയ്യാറാകുക. നോക്കണേ, ഏത് കഷ്ടകരമായ തീർത്ഥാടനത്തിനും ഏത് ബുദ്ധിമുട്ടിനും മനുഷ്യൻ തയ്യാറാകുക. എന്നാൽ മകനെ, നീ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് നിൻ്റെ പാപത്തിന് പരിഹാരമാവുകയില്ല. പാപം നിൻ്റെ പ്രവൃത്തിയിൽ ഒതുങ്ങുന്നതല്ലാത്തതിനാൽ, അത് നിൻ്റെ പ്രകൃതത്തെ വഷളാക്കിയിരിക്കുന്നതിനാൽ, നന്മ ചെയ്യാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിലും നിനക്ക് സ്വയം അത് കഴിയാതെ നീ വഷളായിപ്പോയിരിക്കുന്നത് കൊണ്ട് നിന്നെ രൂപാന്തരപ്പെടുത്തണമെങ്കിൽ നിൻ്റെ അകത്ത് മാറ്റം വരണം. പാപം പ്രവൃത്തിയിൽ ഒതുങ്ങുന്നതല്ല. പാപം നിൻ്റെ ആന്തരിക ദുഷിച്ച പ്രകൃതമാണ്. ആ ദുഷിച്ച പ്രകൃതത്തിന് മാറ്റം വരണമെങ്കിൽ നിന്നെ സൃഷ്ടിച്ച എനിക്ക് മാറ്റം വരുത്തുവാൻ കഴിയുള്ളൂ. സൃഷ്ടിച്ചവന് മാത്രമേ പുനർസൃഷ്ടിക്കാൻ കഴിയുള്ളൂ. നീ ആ രൂപാന്തരം നിൻ്റെ അകത്തുണ്ടാകണമെങ്കിൽ നീ എൻ്റെ സ്നേഹത്തെക്കുറിച്ച് തിരിച്ചറിയണം. അങ്ങനെ നമ്മെ ആന്തരികമായി രൂപാന്തരപ്പെടുത്തുവാനും നമ്മുടെ പാപം പരിഹരിക്കുവാനും പാപമോചനം തരാനും വേണ്ടി നമ്മുടെ പാപത്തിൻ്റെ മുഴുവൻ കുറ്റവും മനുഷ്യനായി പിറന്ന മശിഹ തമ്പുരാൻ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പാപത്തിന് തൻ്റെ പ്രായശ്ചിത്ത ബലിമരണത്താൽ തികവുള്ള പരിഹാരമൊരുക്കി, തികവുള്ള പൂർണ്ണതയുള്ള രക്ഷാമാർഗം ഒരുക്കി സ്നേഹത്തോടെ അതിലേക്ക് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. അത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ന്യായവിധി ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എല്ലാവർക്കും അറിയാം. അതെ, ദൈവം ഈ ലോകത്തെ കെട്ടഴിച്ചു വിട്ടിരിക്കുകയല്ല. എന്നാൽ ശിക്ഷാവിധി രക്ഷ പ്രാപിക്കാൻ പാപപരിഹാര മാർഗം തികവുള്ളത് ആർക്കും സൗജന്യമായി 5 പൈസയുടെ ചിലവില്ല. നമ്മളെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. നിങ്ങളുടെ നേർച്ചകളോ കാഴ്ചകളോ മെഴുകുതിരിയോ തീർത്ഥാടനമോ എന്നു വേണ്ട, ഇതൊന്നുമല്ല ആവശ്യം. നിങ്ങളെ തന്നെ ദൈവമുമ്പിൽ നിങ്ങളായിരിക്കുന്ന പോലെ അങ്ങ് സമർപ്പിച്ചു കൊടുത്താൽ. നമ്മൾ കണ്ടല്ലോ, ധൂർത്തപുത്രം മടങ്ങി വന്നപ്പോൾ എവിടെയെങ്കിലും ഒരു നല്ല തുണി കിട്ടിയായിരുന്നെങ്കിൽ ഇതുപോലെ കയറിച്ചെല്ലാതെ ഇറങ്ങി വന്നപ്പോൾ നല്ല തുണി എടുത്തോട് പോകുന്ന ഒരു നല്ല തുണി എടുത്തോട് കയറിച്ചെല്ലാമായിരുന്നു. ഇങ്ങനെ വന്ന വഴിക്കെങ്ങും കയറി ഒന്ന് കുളിച്ച് തുണി മാറി വരാനൊന്നും, അവൻ ആയിരുന്ന പാടെ ഓടി വരുമ്പോൾ അപ്പൻ അവൻ ആയതുപോലെ സ്വീകരിച്ചെങ്കിൽ സഹോദര, സ്തോത്രം, നിങ്ങളായിരിക്കുന്ന പാടെ നീ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെന്നാൽ നിന്നെ സ്വീകരിപ്പാൻ, സ്തോത്രം, സ്വർഗത്തിലെ ദൈവം, ഞാൻ പറഞ്ഞല്ലോ, വിരിക്കപ്പെട്ട കരങ്ങളോടുകൂടി ഇടപെടാതെ നിൻ്റെ നേരെ കൈ നീട്ടിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഈ വസ്തുതകൾ തിരിച്ചറിഞ്ഞ്, സ്തോത്രം, ഈ ദൈവശാസ്ത്ര സത്യങ്ങളെക്കുറിച്ചുള്ള ഉൾബോധമുണ്ടായിട്ട്, അതിനെക്കുറിച്ചുള്ള ആ തിരിച്ചറിവും ബോധ്യവും ഉണ്ടായിട്ട്, സ്തോത്രം, ഇങ്ങനെ ഒരു ദൈവത്തെ എനിക്ക് വേണം, ഇങ്ങനെ ഒരു ദൈവത്തിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഇവിടെ അർത്ഥമുണ്ടാകുന്നു. ആ തിരിച്ചറിവാണ് യഥാർത്ഥ സമർപ്പണത്തിലേക്കും വിശ്വാസത്തിൻ്റെ ബന്ധത്തിലേക്കും ഒരുവനെ നയിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് തിയോളജിക്കൽ ബേസ്ഡ് ഡിവോഷൻ. വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ള ഭക്തി. അല്ല വെറും വായുവിൽ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന പോലെ, ഇതൊക്കെ വെറും ഒരു വിശ്വാസമല്ലേ, അങ്ങനല്ല. ഇത് അടിസ്ഥാനമുള്ളതാണ്. ഇത് വസ്തുതാപരമാണ്. ഇത് യുക്തിയുക്തമായി തെളിയിക്കപ്പെടാവുന്നതാണ്. പൗലോസ് 11 അധ്യായങ്ങളിൽ തെളിയിച്ചതാണ്. എല്ലാവരും ഒരുപോലെ പാപത്തിലാണ്. എല്ലാവരും ഒരുപോലെ ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാണ്. എല്ലാവരും ഒരുപോലെ അസ്വസ്ഥരാണ്. എല്ലാവർക്കും പാപപരിഹാരം ആവശ്യമുണ്ട്. പക്ഷേ കർമ്മങ്ങളാൽ പാപപരിഹാരം പ്രാപിക്കുവാൻ ആർക്കും കഴിയുന്നതല്ല. ദൈവം താൻ തന്നെ നിയമിച്ചു കൊടുത്ത പാപപരിഹാര വ്യവസ്ഥിതിയായ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതി സകല മനുഷ്യകുലത്തിലും ഏറ്റവും സമർത്ഥന്മാരായ ഇസ്രായേലിന് പോലും അത് നിവർത്തിക്കാൻ കഴിയാതെ പരാജയപ്പെട്ട് എല്ലാവായും അവൻ്റെ തിരുമുമ്പിൽ അടഞ്ഞ് മൗനമായി നിൽക്കുമ്പോൾ നിസ്സഹായനായി നിൽക്കുന്ന മനുഷ്യൻ
പാപഭാരവും പേറി ന്യായവിധി ഭയന്ന് മരണഭീതിയോടെ നിൽക്കുന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം അവനു വേണ്ടി മനുഷ്യനായി ഇറങ്ങി വന്ന ചരിത്ര സത്യം. ഇത് വസ്തുതകളിൽ അധിഷ്ഠിതമാണ്. ഈ വസ്തുതാപരമായ യുക്തിയുക്തമായ ഈ വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഭക്തിയിലേക്ക് ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. അതാണ് പൗലോസ് 11 അധ്യായങ്ങൾ വിവരിച്ചത്. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവിടെ ആഴമേ. സ്തോത്രം. പ്രിയമുള്ളവരെ, അത് വിശദീകരിക്കാൻ പൗലോസ് ആ ബോധ്യത്തിൻ്റെ ആ വെളിപ്പാടിന് മുമ്പിൽ നെടുമ്പാട് വീഴുകയാണെങ്കിൽ നമുക്കും വേറെ എന്താണ് ചെയ്യാൻ കഴിയുക? സ്തോത്രം. ആ വെളിപ്പാടിന് മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? സ്തോത്രം. പൗലോസ് ചെയ്തതുപോലെ അതേ വേദ സത്യങ്ങൾ, വേദശാസ്ത്രപരമായ വസ്തുതകളിൽ അടിസ്ഥാനമായ ഒരു യഥാർത്ഥ ഭക്തി അതേ നിലനിൽക്കുകയുള്ളൂ. വെറും സങ്കല്പത്തിൽ ഭക്തനായി ജീവിക്കാനായി ശ്രമിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അവൻ പിന്മാറിപ്പോകും. എന്നാൽ വസ്തുതകളിൽ അടിസ്ഥാനമായി, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഭക്തിയോടെ തങ്ങളെ തന്നെ ദൈവത്തിനെ സമർപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്ന ഒരുവൻ യഥാർത്ഥത്തിൽ നിലനിൽക്കും. എനിക്ക് ഇത് അല്പം കൂടെ വിശദീകരിച്ചാൽ കൊള്ളാവുന്നുണ്ടെങ്കിലും നേരം പോയ ഉടനെ വാക്ക് ഞാൻ ഉപസംഹരിക്കട്ടെ. അതെ, അൺഡിവോഷണൽ തിയോളജി ഈസ് ഓഫ് നോ യൂസ് എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ സമർപ്പണത്തിലേക്ക് നയിക്കാത്ത ഒരു പഠനവും, ഒരു വേദശാസ്ത്ര പഠനവും പ്രയോജനം ചെയ്യുകയില്ല. അതുപോലെ തന്നെ അൺതിയോളജിക്കൽ ഡിവോഷൻ, വേദശാസ്ത്രത്തിൽ അധിഷ്ഠിതമല്ലാത്തൊരു ഭക്തി നിലനിൽക്കുന്നതല്ല. സ്തോത്രം. അങ്ങനെ ഈ വസ്തുതകളെ വെളിപ്പെടുത്തിയിട്ട് ആദരവോടെ ദൈവത്തിന് മുമ്പിൽ നെടുമ്പാട് വീഴുന്ന അപ്പസ്തോലനെ പോലെ നമുക്കും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, ഞങ്ങൾ ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, അങ്ങ് മനുഷ്യകുലത്തെ സ്നേഹിക്കുന്ന സ്നേഹം, അങ്ങ് പ്രകൃതിയിൽ മനുഷ്യജീവിതത്തിന് ആവശ്യമുള്ള സകല വിഭവങ്ങളും സമൃദ്ധിയായി ഒരുക്കിത്തന്ന് ഞങ്ങളെ അവിടുത്തെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച്, കർത്താവേ, ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ കരുതി ഞങ്ങൾക്ക് ആവശ്യമുള്ള സകല നന്മകളും അനുഗ്രഹങ്ങളും നൽകിത്തന്ന് ഞങ്ങളെ ഇന്നുവരെ സൂക്ഷിച്ച സ്നേഹത്തിനായി സ്തോത്രം. കർത്താവ്, ഈ വസ്തുതകളെല്ലാം ഞങ്ങൾ കൺമുമ്പിൽ കാണുന്നു. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങയുടെ സൃഷ്ടികളാണ് ഞങ്ങളെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹം ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങൾ പാപത്തിൽ അങ്ങയിൽ നിന്ന് അകന്നു പോയപ്പോൾ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളുടെ ദോഷം കണക്കിടാത്ത ബന്ധത്തിൽ ഞങ്ങൾക്കായി പാപപരിഹാരം ഒരുക്കി അങ്ങയുടെ നീതി നിവർത്തിച്ച് ഞങ്ങൾ അംഗീകരിക്കുന്നു. കർത്താവേ, സ്തോത്രം. ആ ദിവ്യ സ്നേഹത്തിന് മുമ്പിൽ സ്തോത്രം. ആ ധൂർത്തുപുത്രൻ മടങ്ങി വന്നതുപോലെ ഞങ്ങളായിരിക്കുന്നത് പോലെ ഞങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അപ്പസ്തോലൻ ഇവിടെ തിരുമുമ്പിൽ നെടുമ്പാട് വീണതുപോലെ ഞങ്ങൾ തിരുമുമ്പിൽ നെടുമ്പാട് വീഴുന്നു. ഞങ്ങളെ സ്വീകരിക്കണമേ. ഈ വചനം കേൾക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ആ സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് അങ്ങ് നയിക്കണമേ. കർത്താവെ, ഈ പാൻഡമിക്കിൻ്റെ ഈ മഹാദുരിതത്തിൻ്റെ ദിവസങ്ങളിലും അങ്ങനെ ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു. ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങളെ ഈ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. ഞങ്ങളെ അങ്ങേക്കായി സമർപ്പിക്കുന്നു. പാപരിഹാരത ഞങ്ങളെ അംഗീകരിക്കുന്ന സ്നേഹത്തിനായി സ്തോത്രം. മഹത്വം എല്ലാത്തിലും അങ്ങ് എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ, പ്രിയ പിതാവേ, ആമേൻ.